ഹാപ്പി സോൾസ്. സെൽഫ് ലവ് ചലഞ്ചിൻ്റെ 6ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 ഡേയ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? കുറച്ച് സമയത്തിലേറെ, എത്ര സമയം പറ്റൂ അത്രയും സമയം നിങ്ങൾ കണ്ണാടിയിൽ വളരെ സാവധാനം ആ കണ്ണാടിയിൽ കാണുന്ന ആളെ ഒന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ പറയേണ്ടത്, ഇതുവരെ ചിലപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യമായിരിക്കാം. നമ്മൾ ചെയ്ത വലുതും ചെറുതുമായ അനേക കാര്യങ്ങളുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നമ്മളെ അഭിനന്ദിച്ചിട്ടില്ല, നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സമയം ആ കണ്ണാടിയിലേക്ക് നോക്കി നിന്നിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 ഡേയ്സാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മിറർ വർക്ക് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറയണം. അത്ര വലിയ സിമ്പിളായിട്ടുള്ള കാര്യമല്ല അത് എന്ന് ഇതിനോടകം ചെയ്തവർക്ക് അറിയാം. കാര്യം നമ്മൾ കുറേ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെയൊക്കെ കടന്നു പോകും. അതിന് ചില സമയത്ത് ചില ഡിസ്റ്റർബൻസസ് വരും, ചില തടസ്സങ്ങൾ വരും. പക്ഷേ എന്നിട്ടും അതിനെയൊക്കെ വകവെക്കാതെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു 5 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ നമ്മൾ പറയാണ്, നീ അടിപൊളിയാണ്, നീ സൂപ്പറാണ്. എന്താ, നീ ഒരു 5 ഡേയ്സ് മിറർ വർക്കിൻ്റെ 5 ദിവസം നീ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു സോ മച്ച്. ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ പ്രണയത്തിലായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ലോകത്തുള്ള മറ്റെന്തിനേക്കാളും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിവുണ്ട്. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു എന്ന ചെറിയ 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 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വെട്ടവും വെളിച്ചമൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വീഴുന്നുണ്ടാവും. അപ്പം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് 5 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 6ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയുന്നത്, വലിയ വലിയ കാര്യങ്ങളിലല്ല സത്യത്തിൽ സന്തോഷം ഇരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തരുന്ന സന്തോഷം അത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? സോ സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന വലുതും ചെറുതുമായ അനേകം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ നമ്മളെ എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല, നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന് തൊട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ് ആയി മാറുകയാണ് നിങ്ങൾ. നമ്മൾ ഇന്നലെ പറഞ്ഞത് മുഴുവൻ 100, 120, 1000 തവണ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞത് ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ് എന്നാണ്. ഞാൻ എന്നെ സ്നേഹിക്കുകയും ഞാൻ എന്നെ അംഗീകരിക്കുകയും ഞാൻ എന്നെ അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞത്. അതിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന ഒരു സന്തോഷവും ആശ്വാസവും ചെറുതൊന്നും അല്ലെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ, നിങ്ങൾ പോലും അറിയാം, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ടേപ്പ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്താ അങ്ങനെ, അതെന്താ, കുറേ ചോദ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കുറേ ഡൗട്ടുകളായിരിക്കാം, ചില സങ്കടങ്ങളായിരിക്കാം, വേദനകളായിരിക്കും. അതിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവിലും ഒക്കെ ഇങ്ങനെ മനസ്സിലും ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അറിയാൻ പറ്റും. അതിനെ എടുത്തൊന്ന് ലൗഡ് സ്പീക്കറിൽ ഇടുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങളുടെ ഇന്നർ ടേപ്പിനെ, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന റെക്കോർഡിങ്സിനെ ഒരു ലൗഡ് സ്പീക്കറിലിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നേന്ന് പറഞ്ഞ് നമുക്ക് ചെവി പൊത്തി ഓടേണ്ടി വരും. അത്രമാത്രം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നൊരു ദിവസമാണിന്ന്. അതിനൊന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്താണെന്നറിയാമോ? 1, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2, നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുകയും നമ്മളെ കുറ്റം പറയുകയും നമ്മളെന്താ ഇങ്ങനെ, അവരെന്താ ഇങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, കാലാവസ്ഥ എന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ, ഇഷ്ടംപോലെ അതെന്താ ഇതെന്താ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ. നമ്മൾ നെഗറ്റീവായിട്ട് മറ്റുള്ളവരെയും നമ്മളെയും കോൺസ്റ്റൻ്റ്ലി കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, നമ്മൾ ജഡ്ജ് ചെയ്യുകയാണ്, കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും നമ്മൾ ചെറുപ്പകാലം തൊട്ടേ ഇങ്ങനെ കേട്ട് വലിയവർ നമ്മുടെ വീടുകളിൽ പറയുന്ന അഡൽട്ട്സ്, നമ്മുടെ വീട്ടിലെ മുതിർന്നവർ നമ്മുടെ വീടുകളിൽ പറയുന്നത് കേട്ട് ഈ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ സ്പോഞ്ച് പോലെ നമ്മൾ അതിങ്ങനെ പിടിച്ചെടുക്കും. പിന്നെ നമ്മൾ കണ്ണുകളിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ എന്താണ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അതായത് അവർ പറയുന്ന, നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മളുടെ മനസ്സ് വിശ്വസിക്കും. പിന്നീട് അത് നമ്മളുടെ വിശ്വാസ പ്രമാണമായി മാറുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മുഴുവൻ എല്ലാ കാര്യങ്ങളെയും ആ ഒരു കണ്ണിൽ കൂടെയാണ്.
അപ്പം നമ്മുടെ വീട്ടിൽ മുതിർന്ന ആരെങ്കിലുമൊക്കെ ക്രിട്ടിസൈസിങ്ങും ജഡ്ജിങ്ങും ഒക്കെ ആയിട്ടുള്ളവരുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കും അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാറ്റേൺ നമ്മുടെ ഉള്ളിലുണ്ടാവാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ക്രിട്ടിക്കിന് നമ്മൾ ഇങ്ങനെ എല്ലാത്തിനെയും ഒരു ക്രിറ്റിസിസം മെൻറ്റാലിറ്റിയിൽ ഒരു ജഡ്ജ്മെൻറ്റോടുകൂടി കാണുന്ന നമ്മളുടെ ആ ഒരു ശീലത്തെയാണ് നമ്മളിന്ന് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം ഇത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്, പക്ഷെ നമ്മൾ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ നമ്മളിലത് വലിയ 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 മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തെ എത്ര വണ്ടറായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാത്തിനും നമ്മൾ സന്തോഷിക്കുകയും എല്ലാത്തിനും നമ്മൾ ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ആൾക്കാരായിരുന്നു നമ്മൾ. പക്ഷേ നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ എല്ലാത്തിനോടും ഈ ഒരു നമ്മുടെ തലയിലെ നെഗറ്റീവായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ കയറി നമ്മൾ എല്ലാത്തിൻ്റെയും ഭയത്തോടെയും ഭീതിയോടെയും സംശയത്തോടെയും കാണുന്ന ആൾക്കാരായി മാറി. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യാൻ നടക്കുന്നവർ, നമ്മൾ എല്ലാത്തിൻ്റെയും കുഴപ്പം കണ്ട് എല്ലാത്തിൻ്റെയും കുഴപ്പത്തെ ഇങ്ങനെ മാറ്റാൻ നടക്കുന്നവരാണ്. നമ്മുടെ കയ്യിലൊരു ടൂൾ ബോക്സ് ഉണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് അവരെ ഇങ്ങനെ ശരിയാക്കി അവരുടെ സ്ക്രൂ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റേ സിനിമയിൽ പപ്പു പറയുന്നില്ലേ, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 8ൻ്റെ സ്പാനറും 10ൻ്റെ സ്പാനർ ഭർത്താവിന്, 5ൻ്റെ സ്പാനർ അമ്മയ്ക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ എന്ത് ചെയ്യുക, ശരിയാക്കാൻ നടക്കുന്നവരായിരുന്നു. പക്ഷെ നമുക്കറിയാം യഥാർത്ഥ പ്രശ്നം, ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു, യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഉള്ളിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമോ ഒരു ത്വരയോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെയും ആയിക്കോട്ടെ, നമ്മൾക്ക് ഇഷ്ടംപോലെ കഴിവുകളുണ്ട്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫെയിലായിപ്പോവും. സോ വാട്ട്? നമ്മുടെ ചെറിയ സക്സസ്സുകളെ, നമ്മുടെ ചെറിയ കാര്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനും അംഗീകരിക്കാനും ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മറിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ മനസ്സിലിരിക്കുന്ന സിമെൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ക്രിറ്റിസിസം, ആ ജഡ്ജ്മെൻറ്റ് മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഇന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത്. കണ്ണാടിയുടെ മുമ്പിൽ കാണുന്ന അത്ഭുത പ്രതിഭാസത്തെ നോക്കി നിൽക്കുക, കുറച്ച് നേരം അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക, അതിനെ സ്നേഹിക്കുക, അതിനോട് ഐ ലവ് യു എന്ന് പറയുക. അതിനുശേഷം കുറച്ച് ബ്രീത്ത് എടുത്ത്, നിങ്ങൾ എത്ര സമയം നിങ്ങൾക്കൊരു 3 to 4 ടൈംസ് ബ്രീത്ത് എടുക്കാം. ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുത്ത് നമുക്ക് സെറ്റിൽ ഡൗൺ ആവാം. അതിനുശേഷം നിങ്ങളോട് പറയേണ്ടത്, നിങ്ങളുടെ ഉള്ളിലൊരു കുഞ്ഞു പെൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ, നിങ്ങൾ കേൾക്കുന്ന ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, നിങ്ങളുടെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അവളോടാണ് അല്ല അവനോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അവനോട് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ? വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പറയണം, ഐ ലവ് യു സോ മച്ച്, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, എനിക്കറിയാം നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ അംഗീകരിക്കുന്നു, നിന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം അതിമനോഹരമായിട്ടാണ് നീ ചെയ്യുന്നത്, ആൻഡ് ഐ അപ്രൂവ് യു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനുമുള്ള എൻ്റെ ആ ഒരു ചിന്താഗതിയെ ഞാൻ പൂർണ്ണമായും റിലീസ് ചെയ്യുന്നു. ഐ ലവ് യു സോ മച്ച് മൈ ഡിയർ ഇന്നർ ചൈൽഡ്. എനിക്കറിയാം നീ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. യു ആർ പെർഫെക്റ്റ്. ഐ ലവ് യു സോ മച്ച് ആൻഡ് ഐ റിലീസ് ദ നീഡ് ടു ക്രിട്ടിസൈസ് മൈ സെൽഫ് ആൻഡ് ഐ റിലീസ് ദ നീഡ് ടു ക്രിട്ടിസൈസ് അതേഴ്സ്. മറ്റുള്ളവരെയും എന്നെയും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാനിവിടെ പൂർണ്ണമായും റിലീസ് ചെയ്യുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മിറർ വർക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നിങ്ങളുടെ ഇമോഷൻസ് ചെക്ക് ചെയ്യുക. ത്രൂ ഔട്ട് ദ ഡേ ഈ ബ്യൂട്ടിഫുൾ അഫർമേഷൻസ് നിങ്ങളോട് പറയുക. കണ്ണാടിയുമായിട്ട് പ്രണയത്തിലാവുക. നിങ്ങളുടെ ജീവിതം മറിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ എങ്ങനെയാണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളായി തുടങ്ങുമ്പോൾ മറ്റുള്ളവരും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറി വരുന്നത് കാണാനായിട്ട് കഴിയും. ഇതാണ് മിറാക്കിൾ. കേട്ടിട്ടില്ലേ? നമ്മൾ സമാധാനമായി ശ്വസിക്കുകയും മറ്റുള്ളവരെ ശ്വസിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. Life is simple. Love yourself, love others and love the planet. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.